ലൈഫ് ഇൻ ദി ഡെസേർട്സ്. മരുഭൂമി വളരെ ഉയർന്നതോ താഴ്ന്നതോ ആയ താപനിലയുള്ളതും സസ്യജാലങ്ങൾ വിരളമായതുമായ ഒരു വരണ്ട പ്രദേശമാണ്. താപനിലയെ ആശ്രയിച്ച് ചൂടുള്ള മരുഭൂമികളും തണുത്ത മരുഭൂമികളും ഉണ്ടാകുന്നു. ചൂടുള്ള മരുഭൂമിക്ക് ഉദാഹരണമാണ് സഹാറ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമി. 11 രാജ്യങ്ങളെ സ്പർശിക്കുന്നതിന് ചരൽ സമതലങ്ങളും ഉയർന്ന പീഠഭൂമികളും പാറക്കെട്ടും ഉണ്ട്. സഹാറയിലെ കാലാവസ്ഥ 50 ഡിഗ്രി ചൂടുള്ളതും വരണ്ടതുമാണ്. രാത്രികൾ തണുത്തുറഞ്ഞ തണുപ്പാണ്. താപനില 0 ഡിഗ്രിയോട് അടുക്കുന്നു. സഹാറ മരുഭൂമിയിലെ സസ്യജാലങ്ങളിൽ കള്ളിച്ചെടി, ഈന്തപ്പന, അക്കേഷ്യ എന്നിവ ഉൾപ്പെടുന്നു. ഒട്ടകങ്ങൾ, കഴുതപ്പുലി, കുറുക്കൻ, തേൾ, പാമ്പ്, പല്ലി എന്നിവയാണ് പ്രധാനമായും ഇവിടെ കാണപ്പെടുന്ന മൃഗങ്ങൾ. കഠിനമായ കാലാവസ്ഥ ഉണ്ടായിരുന്നിട്ടും സഹാറയിൽ വിവിധ ജനവിഭാഗങ്ങൾ വസിക്കുന്നു. പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ ബദൂയിനുകളും തുവാരകളും ആണ്. സഹാറയിലെ മരുപ്പച്ചയും ഈജിപ്തിലെ നൈൽ താഴ്വരയും സ്ഥിരതാമസത്തിന് ജനങ്ങളെ സഹായിക്കുന്നു. എണ്ണയുടെ കണ്ടെത്തൽ ഈ പ്രദേശത്തെ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്നു. മറ്റ് പ്രധാന ധാതുക്കൾ ആയ ഇരുമ്പ്, ഫോസ്ഫറസ്, മാംഗനീസ്, യുറേനിയം എന്നിവയും ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. കൂടുതൽ നാടോടികളായ ഗോത്രങ്ങളും ഇവിടെ നിന്നും നഗരജീവിതത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. തണുത്ത മരുഭൂമിക്ക് ഉദാഹരണമാണ് ലഡാക്ക്. ജമ്മുവിൻ്റെ കിഴക്ക് ഭാഗത്ത് കാശ്മീരിൽ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തണുത്ത മരുഭൂമിയാണ് ലഡാക്ക്. ലഡാക്കിൻ്റെ ഉയരം കാർഗിലിൽ നിന്നും 3000 മീറ്ററും കാറക്കോറത്ത് നിന്നും 8000 മീറ്ററും ഉയരത്തിലാണ്. ഈ പ്രദേശത്ത് മരവിപ്പിക്കുന്ന കാറ്റും കത്തുന്ന സൂര്യപ്രകാശവും അനുഭവപ്പെടുന്നു. ഉയർന്ന വരൾച്ച കാരണം സസ്യങ്ങൾ വിരളമാണ്. വില്ലോകളും പോപ്ലർ മരങ്ങളുടെയും തോപ്പുകൾ താഴ്വരയിൽ കാണാം. ലഡാക്കിലെ മൃഗങ്ങൾ കാട്ടാട്, കാട്ടുചെമ്മരിയാട്, യാക്ക്, പ്രത്യേകതരം നായ്ക്കൾ തുടങ്ങിയവയാണ്. പാലും മാംസവും തോലും നൽകുന്നതിനാലാണ് ഇവിടെ മൃഗങ്ങളെ വളർത്തുന്നത്. ജനസംഖ്യയിൽ മുസ്ലിങ്ങളും ബുദ്ധമതക്കാരും ഉൾപ്പെടുന്നു. ഹെമിസ്, തിക്സി, ഷെയിൽ, ലെമ്യുരു എന്നിവയാണ് ചില പ്രശസ്തമായ ബുദ്ധവിഹാരങ്ങൾ ലഡാക്കിൽ ഉള്ളത്. വേനൽക്കാലത്ത് ആളുകൾ ബാർലി, ഉരുളക്കിഴങ്ങ്, കടല, ബീൻസ്, ടെനിപ്സ് എന്നിവ കൃഷി ചെയ്യുന്നു. ഇന്ത്യക്കകത്തു നിന്നും വിദേശത്തു നിന്നും നിരവധി വിനോദസഞ്ചാരികൾ ഒഴുകുന്ന ഒരു പ്രധാന ഇടമാണ് ഇവിടുത്തെ ടൂറിസം മേഖല. ലഡാക്കിലെ ജനങ്ങൾ നൂറ്റാണ്ടുകളായി പ്രകൃതിയുമായി സന്തുലിതാവസ്ഥയിലും ഐക്യത്തിലുമാണ് ജീവിക്കുന്നത്.